പ്രിയമുള്ളവരെ, റൂട്ട്സ് ഓഫ് നിധി ഇന്നെത്തിയിരിക്കുന്നത് ഉത്തര കർണാടകത്തിലെ ഒരു പുരാതന നഗരത്തിലേക്കാണ്, ഐഹോളിലേക്ക്. പുലർച്ചെ 5:30 തുടങ്ങിയ സുദീർഘ യാത്ര തുടർച്ചയായി 4 മണിക്കൂറോളം എടുത്താണ് ലക്ഷ്യം കണ്ടത്. ഇതാണ് ഇന്നത്തെ ഐഹോൾ. ഇന്നിത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന നിറം കെട്ടുപോയൊരു മാണിക്യകല്ലാണ്. ഈ രത്നത്തെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഐഹോൾ എന്ന പ്രാചീന നഗരത്തിലെ പ്രധാന കോംപ്ലക്സിൻ്റെ വിശാലമായ മുറ്റത്താണിപ്പോൾ. പ്രധാന ശ്രീകോവിൽ സൂര്യദേവന് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. കൂടാതെ നിരവധി ഉപദേവാലയങ്ങളും ഈ വിശാലമായ പച്ചപ്പരവതാനിയിൽ കൃത്യതയോടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ASI സ്ഥാപിച്ചൊരു മ്യൂസിയമാണ് കാണുന്നത്. 1975 ഈ പ്രദേശത്ത് നടത്തിയ ഉത്ഖനനങ്ങളിൽ നിന്ന് ലഭിച്ച അപൂർവമായ പല പുരാതന വസ്തുക്കളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാന ശ്രീകോവിൽ. ആധുനിക ഇന്ത്യൻ വാസ്തുവിദ്യയുടെ പരിണാമകഥയിൽ അതിൻ്റെ ശൈശവ കാലഘട്ടത്തിലാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ നിലനിൽക്കുന്നത് മുഖമണ്ഡപത്തോടു കൂടിയ ഗജപൃഷ്ഠാകൃതിയിലാണ്. പാർശ്വസോപാനമാണ് മറ്റൊരു ആകർഷണം. നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അതിനു മുൻപ് ഐഹോളിൻ്റെ ചെറുചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. സൗത്ത് ഇന്ത്യയിലെ പ്രബല രാജവംശമായിരുന്ന ബദാമി ചാലുക്യരുടെ ഒരു പ്രാദേശിക തലസ്ഥാനമാണ് ഐഹോൾ. ഇതിൻ്റെ യഥാർത്ഥ നാമം ആര്യപുര എന്നതാണ്. ആര്യൻ എന്നാൽ പണ്ഡിതനെന്നും പുര എന്നാൽ അധിവസിക്കുന്ന ഇടമെന്നും അർത്ഥം. AD 400-കളിൽ വളർന്നു വികസിച്ച ഇവിടമാണ് ഇന്ത്യൻ വാസ്തുവിദ്യയുടെ സങ്കീർണ ശൈലികൾക്ക് തുടക്കം കുറിക്കാനിടയായത്. അതായത് ഇന്ത്യൻ നിർമ്മാണ ശാസ്ത്രത്തിൻ്റെ അതുവരെയുള്ള ലാളിത്യം നിറഞ്ഞ സമ്പ്രദായങ്ങളിൽ നിന്നും അതിൻ്റെ സങ്കീർണതകളിലേക്കുള്ള പ്രയാണത്തിന് ദീപശിഖ തെളിയിച്ചത് ഇവിടെ നിന്നായിരുന്നു. കിഴക്ക് ദർശനമായി ക്ഷേത്രം നമ്മെ എതിരേൽക്കുന്നത് നിഗൂഢ സൗന്ദര്യം തുളുമ്പുന്ന ദ്വാരപാലകന്മാരാണ്. ഇതാണ് ഇവിടുത്തെ മുഖമണ്ഡപം. ഇതിൻ്റെ ഉയരം കൂടിയ ബേസ്മെൻറ്റിൽ അക്കാലത്തെ നിത്യജീവിതങ്ങളും പ്രധാന സംഭവങ്ങളും മൈഥുനങ്ങളും ഇതിഹാസങ്ങളിലെ സംഭവങ്ങളും പ്രമേയമാക്കിയ സൂക്ഷ്മതയേറിയ കുത്തുപണികൾ കാണാം. രണ്ടടിയോളം വിസ്താരമുള്ള ഭീമാകാരന്മാരായ 28ഓളം പ്രധാന തൂണുകളിലാണ് ഇതിൻ്റെ നിൽപ്പ്. അതുകൂടാതെ ഉള്ളിൽ തൂണുകൾ വേറെയുമുണ്ട്. പിൽക്കാലങ്ങളിൽ തൂണുകൾ കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് ഇവിടെ. ജാളികളുടെ സങ്കീർണതയും വ്യത്യസ്തതയും ബദാമി ചാലുക്യ ശൈലികളുടെ മാത്രം പ്രത്യേകതയാണ്. ഇത് മുഖമണ്ഡപത്തിലെ മച്ചാണ്. ബദാമി ചാലുക്യരുടെ മാസ്റ്റർ പീസാണ് ഈ നിർമ്മിതി എന്നതിൽ തർക്കമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1600 വർഷങ്ങൾക്ക് മുൻപ് യാതൊരുവിധ യന്ത്രസഹായമോ നൂതന സാങ്കേതിക വിദ്യയോ കൂടാതെ അന്നത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ ബുദ്ധിവൈഭവം കൊണ്ട് മാത്രം ഇക്കാണുന്ന സങ്കീർണമായ നിർമ്മിതികൾ നിർമ്മിച്ചെടുത്ത ശില്പിവര്യന്മാരുടെ കഴിവിനെ നിങ്ങളൊന്ന് മനസ്സോടൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്ര വലിയ ഭാവനാസമ്പന്നവും ക്രിയാത്മകവുമായിരിക്കും അത്. ഇതാണ് പ്രധാന ദ്വാരം. ഗർഭഗൃഹത്തിനകത്ത് കയറിയാൽ പഴമയുടെ ഒരു ജീർണിച്ച ഗന്ധം അനുഭവപ്പെടും. ആ ഗന്ധം നമ്മെ ആയിരക്കണക്കിന് വർഷത്തിനപ്പുറത്തേക്ക് താൽക്കാലികമായി കൊണ്ടുചെന്നിടും. ഗർഭഗൃഹത്തിൽ ഇന്ന് പ്രതിഷ്ഠയൊന്നുമില്ല. പ്രധാന ദ്വാരം തോരണങ്ങളാൽ സമ്പന്നമാണ്. ഈ പുരാതന നഗരത്തിൽ ഇത് 2ാം തവണയാണ് കാലുകുത്തുന്നത്. ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഈ കോംപ്ലക്സിൽ തന്നെ ഒട്ടനവധി ഉപദേവാലയങ്ങൾ നിലകൊള്ളുന്നുണ്ട്. അവയുടെ വിശേഷങ്ങൾ വേറെ തന്നെ പറയേണ്ടി വരും. അത് മറ്റൊരു എപ്പിസോഡിലൂടെ ഞാൻ പറയാം. ഈ സീരീസിലെ ആദ്യ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. എല്ലാവരും സമയം പോലെ കാണുക.